അപ്പോൾ അതേ നമ്മളിട്ടിരുന്ന ഷോർട്ട് വീഡിയോയിൽ മെർസിഡീസ് ബെൻസ് ആണ് നല്ല കുട്ടപ്പനാക്കി ഇന്നിപ്പോൾ ഡെലിവറി പോകാനായിട്ട് പോകുന്നത്. അന്ന് ഞാൻ ഈ വണ്ടിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്നുള്ള രീതിയിലൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഈ വാഹനത്തിൻ്റെ ബോഡിയിലുണ്ടായിരുന്ന കറകളും അഴുക്കും ഒക്കെ തന്നെ കാണിച്ചിരുന്നു. അതുപോലെ പെയിൻറ്റിൻ്റെ കണ്ടീഷനും ഒക്കെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ കാണുന്നുണ്ടല്ലോ. ആക്ച്വലി ഈ ഒരു വാഹനം വന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കണ്ടീഷൻ്റെ മാക്സിമം റീസ്റ്റോറേഷൻ എന്നുള്ളത് ഇതാണ്. ഇതിന് മേലിലോട്ട് ഇത് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഈവൻ നമ്മൾ പോളിഷ് ചെയ്യുന്നതാണെങ്കിൽ അതിനൊരു ലിമിറ്റുണ്ട്. ഒരു പരിധി വിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റിന് അത് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. സോ മാക്സിമം വാഹനത്തിൻ്റെ ബോഡിക്ക് യാതൊരു നെഗറ്റീവും വരാതെ വാഹനത്തിനെ നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അന്ന് ഞാൻ ഈ വണ്ടിയുടെ കുറേ പാർട്സ് എടുത്ത് കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറകൾ ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടുള്ളത്, എസ്പെഷ്യലി ഈ ക്വാർട്ടർ പാനലിൻ്റെ ഈ ഏരിയയിൽ, അതുപോലെ തന്നെ ഫ്രണ്ട് ഫെൻഡറിൻ്റെ കോർണറിലൊക്കെ തന്നെ കറകൾ ഡീപ്പായിട്ട് ബോഡിയിൽ ഇറങ്ങിയതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ദേ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, കംപ്ലീറ്റായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പൊക്കെ തന്നെ ഫുൾ യെല്ലോ ഷെയ്ഡായിരുന്നു. അതൊക്കെ നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ഫീല് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ ഹെഡ് ലാമ്പും ഫോഗ് ലാമ്പും ഒക്കെ തന്നെ നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്തെടുത്തു. അതുപോലെ ഫ്രണ്ട് ഗ്രില്ലിലൊക്കെ നല്ലപോലെ വാട്ടർ മാർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെ റിമൂവ് ചെയ്തു. പിന്നെ ബോണറ്റിൻ്റെ അവസ്ഥ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഫുൾ കറകളായിരുന്നു. കറകളും വാട്ടർ മാർക്കും അതൊക്കെ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് ആക്ച്വലി ഇന്നിപ്പോൾ ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഫുൾ ബോഡി പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഷോറൂമിൽ നിന്ന് ഇറക്കി എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ തോന്നുന്ന തരത്തിലോട്ട് മാറ്റാൻ ടീം സിയോണിന് സാധിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റ് കറക്ഷന് പുറമേ ഇതിൽ ഗ്രഫൈൻ കോട്ടിങ് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വാഹനത്തിന് ഇത്രയും ഒരു ഷൈനിങ് കൂടി കിട്ടുന്നതിന് കാരണമായത്. ഗ്രഫൈൻ കോട്ടിങ് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളറിൻ്റെ ഇൻറ്റൻസിറ്റിയും ഒരു അല്പം ഹെഡ് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് ഗ്രഫൈൻ തന്നെ ഈ ഒരു വാഹനത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയുണ്ടായിരുന്നത്. വാഹനത്തിൻ്റെ റിയർ സൈഡിലോട്ട് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൂട്ട് ഡോറൊക്കെ തന്നെ വേറെ എവിടുന്നോ പെയിൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു പാച്ചസ് നല്ല രീതിയിൽ കാണാനുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 80% വരെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിച്ചു. ആ പാച്ചസ് ഒക്കെ തന്നെ റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ റീസ്റ്റോർ ചെയ്തൊരു ക്രിസ്റ്റൽ ക്ലിയർ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത്. ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്റ്റീരിയർ മാത്രമല്ല ഈ വാഹനത്തിന് ഇൻറ്റീരിയറും അതുപോലെ വർക്ക് ചെയ്യേണ്ട വാഹനമാണെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയർ കൂടി ഒന്ന് കാണിച്ചു തരാം. അന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഡോർ പാഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫുൾ യെല്ലോ ഷെയ്ഡായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ നീറ്റാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ് ഡാഷ്ബോർഡിൻ്റെയൊക്കെ അവസ്ഥ. ഡാഷ്ബോർഡൊക്കെ നല്ല രീതിയിൽ മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കറകളൊക്കെ തന്നെ മാറി. അതുപോലെ ഫ്ലോറിലുള്ള മാറ്റിലൊക്കെ തന്നെ മാക്സിമം റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്. സീറ്റ്സൊക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇരുന്നത്. ആ സീറ്റിനെയൊക്കെ തന്നെ റീസ്റ്റോർ ചെയ്ത് അത്യാവശ്യം ഒരു നല്ല കണ്ടീഷനിലോട്ട് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ലെതറിൽ വന്നിട്ടുള്ള ചുളുക്കുകളൊന്നും തന്നെ നമുക്കത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സീറ്റ് കവർ കൂടി മാറ്റിയാൽ മാത്രമേ ഈ പറഞ്ഞ ചുളുക്കുകളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് ഇപ്പോൾ ഫുള്ളായിട്ട് മാറ്റുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് വെറുതെ കളയേണ്ടതില്ല. കാരണം സീറ്റ് കവറിൽ കീറലൊന്നും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് നിലവിലുള്ള കണ്ടീഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റിയർ പോർഷനിലോട്ട് നോക്കുമ്പോഴും സെയിം തന്നെയായിരുന്നു അവസ്ഥ. അന്ന് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക് സൈഡിലെ സീറ്റും ഡോർ പാഡും ഒക്കെ തന്നെ ഇതേ രീതിയിൽ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതേ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ അതിനെ ഡീപ്പ് ക്ലീൻ ചെയ്ത് ആ ഒരു സെയിം ഒരു ഷോറൂം കണ്ടീഷൻ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി റിയർ സീറ്റിൻ്റെ കാര്യത്തിൽ. കാരണം ഫ്രണ്ട് സീറ്റിലുള്ളതുപോലെ ലെതറിൽ ചുളുക്കുകളൊന്നും തന്നെ റിയർ സീറ്റിലില്ലായിരുന്നു. അപ്പോൾ കുറെ കൂടി നീറ്റായിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ കാരണം കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളുടെ വാഹനം വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീം സിയോണിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ഡീറ്റെയിലിംഗ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.